പിന്നെ സ്വർണം എടുക്കുന്നുണ്ട്. അതിപ്പോ എത്ര ആൾ നമ്മൾ എടുക്കാമല്ലോ, കുഴപ്പമില്ല. സ്വർണം വിൽക്കാനായിരുന്നു. ഇരിക്കേ വിഷ്ണുവേ, ഇതൊന്നോ നോക്കിക്കേ, ഇതൊന്നോ നോക്കിക്കേ. എന്റെ അതോ ഇത് സ്വർണ്ണല്ലേ കേട്ടോ? സ്വർണ്ണല്ലേ? ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും മനുഷ്യനെ പറ്റിക്കാനായിട്ട്. ഇതൊക്കെ എത്ര പ്രാവശ്യം നമ്മൾ കാണുന്ന ഇതൊക്കെ. ചേട്ടൻ ആളെ മനസ്സിലായില്ലേ? ഇല്ല ചേട്ടാ, നമ്മുടെ മെമ്പർ വന്നൊരു 3 മാസം മുമ്പ് ഒരു പിരിവെടുത്തില്ലേ, ഒരു ക്യാൻസർ പേഷ്യന്റ് വേണ്ടിയിട്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അത്. പുള്ളി 10 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. എന്നിട്ട് ഉണ്ടായിരുന്ന പൈസ എല്ലാം ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കി. ഭാര്യനെ കിട്ടിയോ? അതുമില്ല. പിന്നെ നല്ലൊരു വീടുണ്ടായിരുന്നു, അതും പോയി. ആകപ്പാടെ പിടിവിട്ട് നിൽക്കുക പുള്ളി. വിഷ്ണു, നീ ഒരു കാര്യം ചെയ്യ്, അയാളെ വിളിച്ചോണ്ട് വന്നേ. എന്ത് ആളെ കിട്ടിയോ? ആ മോതിരങ്ങി വന്നേ. ഇത് സ്വർണ്ണമാണല്ലോ. നീ പിന്നെ എന്നാ നോക്കി ചെയ്തത്? ഒരു കസ്റ്റമറോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇത് സ്വർണം തന്നെ കേട്ടോ. ഇതെന്നാ അറിയാം, ഇത് ഇച്ചിരി പഴയ സ്വർണ്ണമാണ്. അതാ പുള്ളിക്ക് മനസ്സിലാകാതെ പോയത്. ഞാൻ നോക്കിയിട്ട് പറയാം എത്ര കിട്ടും കേട്ടോ. ഇത് 3 ഗ്രാം ചില്ലറയുണ്ട്, 3 ഗ്രാം 150 മില്ലി ഉള്ളുണ്ട് കേട്ടോ. ഇതിന് ഇന്നത്തെ വില വെച്ച് ഏകദേശം ഒരു 35,000 രൂപയോളം വിലയിടാം കേട്ടോ. ക്യാഷ് തന്നാക്കട്ടെ. ചേട്ടാ, അത് സ്വർണ്ണം അല്ലല്ലോ, പിന്നെ എന്തിനാ എടുത്തേ? നമുക്ക് നഷ്ടമല്ലേ? അത് സ്വർണ്ണമല്ലെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. ചില നേരങ്ങളിൽ സ്വർണത്തിന്റെ മാറ്റിനേക്കാൾ വില മനുഷ്യന്റെ ആശ്വാസത്തിനുണ്ട്. ആ പണം കൊടുക്കുമ്പോൾ അയാളുടെ മുഖത്ത് കണ്ട ഒരു സന്തോഷമില്ലേ, നമ്മുടെ ഈ സ്വർണ്ണക്കടയേക്കാൾ വിലയുണ്ട് അതിന്. നമുക്ക് ചിലപ്പോൾ നഷ്ടം സംഭവിച്ചേക്കാം, പക്ഷെ അയാൾക്ക് കിട്ടിയത് ജീവിതത്തിലേക്കുള്ള വലിയൊരു പ്രതീക്ഷയാണ്. Ta-ra-ra-ra-ra-ra-ra-ra-ra